ഒന്ന് ശമൂവേൽ അധ്യായം 23. അനന്തരം ഫെലിസ്തർ കെയീലയുടെ നേരെ യുദ്ധം ചെയ്യുന്നുവെന്നും അവർ കളങ്ങളിൽ കവർ ചെയ്യുന്നുവെന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്തരെ ചെന്ന് തോൽപ്പിക്കണമെന്ന് എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, ചെന്ന് ഫെലിസ്തരെ തോൽപ്പിച്ച് കെയീലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നുവല്ലോ, പിന്നെ കെയീലയിൽ ഫെലിസ്തർ സൈന്യത്തിന് നേരെ എങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റ് കെയീലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്തരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കെയീലയിലേക്ക് പോയി ഫെലിസ്തരോട് പൊരുത് അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് കെയീല നിവാസികളെ രക്ഷിച്ചു. അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ കെയീലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കെയീലയിൽ വന്നിരിക്കുന്നുവെന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ശൗൽ പറഞ്ഞു. പിന്നെ ശൗൽ ദാവീദിനെ അവന്റെ ആളുകളെയും വളയേണ്ടതിന് കെയീലയിലേക്ക് പോകുവാൻ സകലജനത്തെയും യുദ്ധത്തിന് വിളിച്ചു കൂട്ടി. ശൗൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നതെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാരിനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ, ശൗൽ കെയീലയിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയീല പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്ന പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരൂ എന്ന് യഹോവ അരുളിച്ചെയ്തു. ദാവീദ് പിന്നെയും, കെയീല പൗരന്മാർ എന്നെയും എന്റെ ആളുകളെയും ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവന്റെ ആളുകളും കെയീലയെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടെടുത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയീല വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നെന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അതെന്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്ധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം സീഫർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹഗീല മലയിൽ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, ഒരു മനസ്സിലെ ആഗ്രഹം പോലെ വന്നു കൊള്ളണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് മനസ്സിൽ തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവന്റെ സഞ്ചാരം എവിടെയൊക്കെ ആകുന്നുവെന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അവൻ വലിയ ഉപായി ആവുന്നുവെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ വിളിച്ചിരിക്കുന്ന ഒളിപ്പിടങ്ങളെല്ലാം കണ്ടറിഞ്ഞു വന്ന് സൂക്ഷ്മവിവരം എന്നെ അറിയിപ്പീൻ. ഞാൻ നിങ്ങളോടുകൂടെ പോരും. അവൻ ദേശത്തെങ്ങാനും ഉണ്ടെന്ന് വരികിൽ ഞാൻ അവനെ യഹൂദാ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ചു പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിന് മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയുടെ തെക്ക് അരാബയിലെ മാവോൻ മരുവിലായിരുന്നു. ശൗലും അവന്റെ പടജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടജനവും ദാവീദിനെ അവന്റെ ആളുകളെ വളഞ്ഞു പിടിപ്പാൻ അടുത്തു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യർ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേലഹമ്മഹ്ലേക്കോത്ത് എന്ന പേരായി. ദാവീദ് അവിടം വിട്ട് കയറിപ്പോയി ഏൻഗെദിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു.